ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ. ബബീഷ് മാറിയെന്ന് നോക്കണ്ടേ? എല്ലാം മാറി, ഓക്കെ ആയി. എൻ്റെ പൊന്നോൻ സുഖമായി. 21 ദിവസം മരുന്ന് കഴിക്കാൻ എൻ്റെ കുഞ്ഞിന് പറ്റിയില്ലായിരുന്നു. 12 ദിവസം ഡോക്സ് കഴിച്ചപ്പോഴത്തേക്കിനും ഛർദ്ദിച്ച് അവശനായിരുന്നു. അങ്ങനെ അത് നിർത്തിയേക്കാൻ ഡോക്ടർ പറഞ്ഞ് അതിനുശേഷം ത്രോംബോഫിറ്റും പാൻഡോപ്പും മാത്രമായി. അതെല്ലാം കഴിഞ്ഞിട്ട് ഓർക്കാൽമിൻ സിറപ്പും കൂടി തന്നു. പിന്നെ ഇന്നലെയാണ് ഞങ്ങൾ ആ ഓമന രക്തം ഒന്ന് നോക്കാൻ പോയത്. പ്ലേറ്റ്ലെറ്റ് കുറച്ചുകൂടി കൂടാനുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, നോർമലാണ് എല്ലാം. ഇന്നലെ പിന്നെ ഞങ്ങൾ അണ്ണനെയും കൂട്ടിയാണ് പോയത് കേട്ടോ. അവിടെ ചെന്നിട്ടൊന്ന് ടിക്കറ്റ് എടുക്കാൻ പോകാനോ ഡോക്ടറെ കാണാനോ ഒന്നും പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ കൊണ്ട് അയ്യോ അമ്മാതിരി പണിയാണ് ഇതിൻ്റെ കയ്യിലിരിക്കുന്നത്. അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അടുത്തുനിന്നൊന്ന് മാറിക്കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിനെ കടിക്കാൻ ചെല്ലുക. എടാ നീ പിടിക്കണ്ടാടാ, എൻ്റെ അമ്മ പിടിച്ചാൽ മതിടാ, വിട്രാ എന്നെ എന്ന് പറഞ്ഞ് അവൻ്റെ നേരെ അവൻ്റെ മെക്കിട്ട് കയറാൻ ചെല്ലുക. പിന്നെ എൻ്റെ കൊച്ചു പറഞ്ഞ് അമ്മ ഈ സാധനത്തിനെയും കൊണ്ട് ഇവിടെ കാണാൻ നിൽക്കുക, ഞാൻ പോയി ടിക്കറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞ് അവൻ പോയി ടിക്കറ്റ് എടുത്ത് അവൻ പോയി ഡോക്ടറെ കണ്ട്. എന്തോ ചെയ്യാനെന്ന് പറ, ഞാൻ അടുത്തുനിന്ന് മാറരുത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ. കിഴിച്ചു വെച്ച് നോക്കുന്നത് എന്തോന്നറിയാമോ? ചെക്കൻ മൈക്രോ ലാബിൽ കയറി ബ്ലഡ് കൊടുക്കാൻ. അതിനാ ഈ നോക്കുന്നത്. ഇനി ഇച്ചിരി ശക്തിമരുന്നൊക്കെ മേടിച്ച് സേവിക്കണം കഴിച്ച്. ആരൊക്കെയോ എന്തൊക്കെയോ ടാബ്ലറ്റിൻ്റെയോ പ്രൊവക്റ്റോയോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഇനി കൊടുക്കാവോ? ആരെങ്കിലും ഒന്ന് പറയണേ അറിയാവുന്നവർ.